ഖൽബിഹി ഹബ്ബതു ഖർദലിൻ മിൻ കിബ്ർ. കിബ്റിന്റെ ഒരു ഘടകമണിയോളം കിബ്ർ ഹൃദയത്തിലുള്ളവർക്ക് അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അഹങ്കാരം? നിസ്കരിക്കാൻ പറഞ്ഞാൽ, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നത്. ഭർത്താവിനോട് നന്നായി ജീവിക്കാൻ പറയുകയും സാരോപദേശം നൽകുകയും ചെയ്തിട്ട് അത് സ്വീകരിക്കാൻ കഴിയാതെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നിസ്കാരത്തിന് എഴുന്നേൽക്കാതിരിക്കുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ച് വേവലാതിപ്പെടുന്ന പെണ്ണുങ്ങളെ, അവരുടെ വേവലാതി ഭർത്താവ് നിസ്കരിക്കുന്നില്ല എന്നാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ സുബഹി നിസ്കാരത്തിന് വേണ്ടി ഭാര്യ തന്റെ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുമ്പോ ആ ഭാര്യ എഴുന്നേൽപ്പിച്ചത് ഇഷ്ടപ്പെടാത്ത ഭർത്താവ് തന്റെ ഭാര്യയെ ആദ്യ രാത്രിയുടെ അവസാനം സുബഹിയുടെ നേരത്ത് കണ്ണിൽ ഒരൽപ്പം നനവാക്കിയിട്ടെങ്കിലും ഒന്ന് ഉണർന്നോട്ടെ എന്ന് വിചാരിച്ച് സ്വന്തം പുതുമാരനെ ഖളാ ആകുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ച നേരത്ത് മുഖത്തടിച്ച ഒരു ഭർത്താവ്, ആ ബന്ധം ഇന്ന് ത്വലാഖിലൂടെ പിരിഞ്ഞു കഴിഞ്ഞു. നോക്കണം, ഇതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് കിബ്ർ. സ്വഹാബിമാര് ചോദിച്ചിരുന്നു, നബിയേ, നല്ല വസ്ത്രവും മുന്തിയ ചെരുപ്പും മുന്തിയ വാഹനവും കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നബിയെ, അത് അഹങ്കാരമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അത് അഹങ്കാരമല്ല. അഹങ്കാരം എന്ന് പറയുന്നത് ബതറുൽ ഹഖി വഗംതുൻ നാസ്, ജനങ്ങളെ അടക്കി ഭരിക്കുകയും ധർമ്മവും നന്മയും സ്വീകരിക്കാതെ തള്ളിക്കളയുകയും ചെയ്യുന്നതിന്റെ പേരാണ്. എന്നല്ലാതെ നിങ്ങളൊരു നല്ല വസ്ത്രം ഇടുന്നത്, നല്ല ചെരുപ്പ് ധരിക്കുന്നത്, നല്ല വാഹനം ഉപയോഗിക്കുന്നത് അത് അഹങ്കാരമല്ല. കിബ്ർ എന്ന് പറയുന്നത് സത്യത്തെ സ്വീകരിക്കാതിരിക്കുക, നല്ലത് പറഞ്ഞു കൊടുത്താൽ അത് ചെയ്യാണ്ടിരിക്കുക. മാതാപിതാക്കൾ മക്കൾ ഉപദേശിക്കുമ്പോൾ മോളെ നിസ്കരിക്കണം, മോനെ നിസ്കരിക്കണം, ഇത് പറയുമ്പോൾ കേൾക്കാത്ത മക്കള് കിബ്റാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ചില ഫോൺ കോളുകൾ, അവരുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങൾ നിയന്ത്രിക്കണം. വേണ്ട മോളെ മോനെ നീ അത് ഉപയോഗിക്കല്ലേ, ഈ നേരത്ത് ഖുർആൻ ഓതേണമേ എന്ന് പ്രിയപ്പെട്ട ഗുരുനാഥനോ അല്ലെങ്കിൽ ഉമ്മയോ ഉപ്പയോ സാരോപദേശം നൽകുമ്പോൾ ബുദ്ധിയും പ്രായപൂർത്തിയുമായിട്ട് പോലും സ്വന്തം മാതാപിതാക്കളെ കണ്ണ് വെട്ടിക്കുന്ന മക്കൾ ചെയ്യുന്നതും അഹങ്കാരമാണ്. അതിന്റെ പേരാണ് കിബ്ർ. ആ കിബ്ർ അവിശ്വാസത്തിന്റെ 3 ഘടകങ്ങളിൽ ഒരു ഘടകമാണെന്ന് മഹാന്മാർ പറയുന്നു. ഇനി 2 ഘടകം കൂടെ വന്നാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ മാത്രമുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുമെന്നാണ്. ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക്, അല്ലാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ സുജൂദ് ചെയ്യുകയോ, ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ ത്വീൻ, എന്നെ നീ പടച്ചത് തീ കൊണ്ടല്ലേ, തീയല്ലേ മണ്ണിനേക്കാളും ഉഷാറ്, അതുകൊണ്ട് ഞാനല്ലേ എന്റെ ഉൻസുർ, എന്റെ ശരീര പ്രകൃതത്തിന്റെ അടിസ്ഥാന ഘടകം മൂലകം അത് തീയാണ്, മണ്ണിനേക്കാളും വലുതാണ് തീയെ, അതുകൊണ്ട് ഞാൻ വലുതാണ്. നോക്കേണ്ടത് ഹൃദയത്തിലേക്കായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിന് പ്രപഞ്ചത്തിന്റെ എല്ലാ ഇസ്മുകളും പഠിപ്പിച്ചു കൊടുത്തുവല്ലോ അല്ലാഹു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ജ്ഞാനവും അറിവുമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഘടകം എന്നല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരമോ വീടോ വാഹനമോ അല്ലല്ലോ. ഇൽമ്, ജ്ഞാനം, അത് നോക്കാതെ ഭൗതികതയിലേക്ക് നോക്കിയിരുന്ന ഇബ്ലീസ്, അതാണ് നമ്മൾ പലപ്പോഴും അറിയാതെ ഒരു മനുഷ്യന്റെ നന്മ കാണാതെ, ഒരു മനുഷ്യനിലെ അറിവോ ഒരു മനുഷ്യന്റെ ജ്ഞാനമോ നോക്കാതെ, സംസ്കാരമോ നോക്കാതെ, വീടുണ്ടോ സമ്പാദ്യമുണ്ടോ പറമ്പുണ്ടോ വരുമാനമുണ്ടോ അത് നോക്കിയിട്ടാണ് നമ്മൾ ആളെ വിലയിരുത്തുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? അത് ഇബ്ലീസിന്റെ വിലയിരുത്തലാണ്. ഇബ്ലീസിന്റെ വിലയിരുത്തലാണത്. എന്നെ പടച്ചത് തീയാണ്, എന്റെ വീട് അവനേക്കാളും വലുതാണ്, എനിക്ക് വരുമാനം അവനേക്കാളും കൂടുതലുണ്ട്, അപ്പൊ ഞാനാണ് വലുത്. അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? ആദം നബി അലൈഹിസ്സലാമിന്റെ ഇൽമിനെ കാണാൻ കഴിയാതെ പോയി പിശാചിന്. നോക്കണം, അങ്ങനെ അവൻ അഹങ്കരിച്ചു. ആ അഹങ്കാരം അവൻ നെഞ്ചു വീർപ്പിച്ച് അഹങ്കരിച്ചപ്പോഴാണ് ഉഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, പിശാചേ നിനക്കിവിടെ അഹങ്കരിക്കാൻ പറ്റില്ല, ഇത് അഹങ്കരിക്കേണ്ട സ്ഥലമല്ല, പുറത്തു പോകണം, പുറത്തു കടക്ക്,
നീ ഇവിടെ അഹങ്കരിച്ച് ജീവിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ലെന്ന് സ്വർഗലോകത്ത് നിന്ന് ഭ്രഷ്ടനാക്കപ്പെടുന്നത് നന്മ സ്വീകരിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ്. ആദം നബി അലൈഹിസ്സലാമിനെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ജീവിതവുമായി ഒരുപാട് ഇതിന് ബന്ധമുണ്ട്. ഒന്ന്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ വലിയൊരു പരീക്ഷണമായിരുന്നു ലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ഈ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കരുതേ. ഹവ്വാ ബീവിയോട് ആദം നബി അലൈഹിസ്സലാമിനോട്. ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്ന നബിയുനാ നമ്മുടെ ഉപ്പയായ ആദം അലൈഹിസ്സലാം എന്ത് സംഭവിച്ചു? എന്നിട്ട് പിശാച് തെറ്റ് ചെയ്തു. പിശാച് എന്ത് ചെയ്തു? ആദം നബി അലൈഹിസ്സലാമിന്റെ ഒരു പിഴവ് പറ്റി. ആദം നബി എന്ത് ചെയ്തു അതിന് ശേഷം? ഇത് രണ്ടും പ്രാധാന്യമാണ്. മനുഷ്യരും ജിന്നുകളും പാപം ചെയ്യുന്നവരാണ്, മലക്കുകൾ പാപസുരക്ഷിതരാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനമാനത്തിലേക്ക് നോക്കിയാൽ ആ ചെറുതെറ്റ് വലുത് തന്നെയാണ്. പക്ഷേ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു അതിന് ശേഷം എങ്ങനെ അതിനെ പരിഹരിച്ചു? അതും ഒരു വലിയ വിഷയമാണ്. ഇബ്ലീസ് അഹങ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ബിമാ അഗ്വൈതനി, പടച്ചവനെ നീ എന്നെ പഴപ്പിച്ചല്ലേ, ഇനി ഞാൻ മനുഷ്യരെ മുഴുവൻ ഞാൻ പഴപ്പിക്കും. അഹങ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നാണ്.